Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിരുന്നു. അവിടെ ഒരാൾ കരയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നീച്ച് വന്നിട്ടുള്ളൂ. മൈ ലൈഫ് സക്സസ് ആവോ ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം ഭയങ്കര തിരക്കാണ് ഈ വീട്ടില്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ആയാൻ ബേബിയാണ് ഗൈസ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിൽ പുതിയ ഒരാളും കൂടി വന്നിക്കല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പാട്ട് തുടങ്ങി. ഇവിടെ ഇപ്പൊ ഉള്ള എല്ലാരും പാട്ടുള്ള ലിറിക്സ് ശരിയാണെന്നൊന്നും അറിയില്ല, വായിൽ വന്നാണ് പാടുക, അത്രേ ഉള്ളൂ ഇവിടെ. അത് ശരിയായിട്ടുള്ള പാട്ടാണോ അതിനൊന്നും ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഇവിടെ എന്താ വായിൽ വന്നു വെച്ചാൽ അതാണ് പാടുക. അപ്പൊ കുട്ടി കരച്ചിൽ നിർത്തി. ഇപ്പൊ കുറച്ചു നേരം കരയായിരുന്നു. ഇപ്പൊ സെറ്റായി. അപ്പോൾ ഇതാണ് എന്താ ഞാൻ പറയാൻ വന്നു വെച്ചാൽ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉള്ളടക്കം. ഈ ഡേ ഇൻ മൈ ലൈഫ് കറക്റ്റ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ ഞാൻ എടുക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഞാൻ കറക്റ്റ് എല്ലാം അടിപൊളിയായിട്ട് എടുക്കും. ഓക്കെ, ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി സൂപ്പറായിട്ട് അടുത്ത ഘട്ടങ്ങൾ ഞാൻ എടുക്കാം. അങ്ങനെ നേരെ അയാൻ ബേബിൻ്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഓൻ എപ്പോഴും ഞാൻ എണീക്കണതിൻ്റെ മുമ്പ് എണീക്കുന്നതാണ്. ഇന്ന് പക്ഷേ നേരത്തെ എണീച്ചിട്ടില്ല. അപ്പോൾ മിണ്ടാതെ ആ റൂമിൽ തന്നെ അങ്ങനെ നിൽക്കായിരുന്നു. ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കിയാൽ ഓൻ ഉണർന്നാലോ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ ഉണർന്നാൽ പിന്നെ കുറച്ച് നേരം കുറച്ച് കരച്ചിലായിരിക്കും. ഓൻ്റെ വിശപ്പ് മാറി പിന്നെ ഓന് കരയൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഓൻ ഉണർന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഓൻ്റെ ഒപ്പം അങ്ങനെ ഇരിക്കും. ഇപ്പം അതൊരു ശീലമായിക്കണു. കാരണം ഇപ്പോൾ ഉറക്കത്തുനിന്ന് നീച്ച് ബ്രഷൊക്കെ ചെയ്ത് ചിലപ്പോൾ നേരെ പോണത് ഓൻ എന്താ കാട്ടണത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കിടക്കായിരിക്കും, ചിലപ്പോൾ ഉറങ്ങായിരിക്കും, ചിലപ്പോൾ കരയായിരിക്കും. അങ്ങനെയൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യണ പോലെ കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറയുമല്ലോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ കരയാണ്. ഇപ്പൊ പാലൊക്കെ കുടിച്ചു. ഇനി ഓനെ എടുക്കണം. എടുത്ത നല്ല സൂപ്പർ കുട്ടിയായിട്ടിരിക്കും, നല്ല ഗുഡ് ബോയ് ആയിട്ട്. കരച്ചിൽ തുടങ്ങിയ ഓന് എടുക്കണ വരെ കരഞ്ഞുകൊണ്ടേയിരിക്കും. എടുത്താൽ പിന്നെ ഓൻ നല്ല ഗുഡ് ബോയ് ആയിട്ട് അങ്ങനെ തന്നെ കിടന്നോളും. പക്ഷേ എടുത്തില്ലെങ്കിൽ ഓൻ ഭയങ്കര വാശിയിരിക്കും. പിന്നെ ഓൻ നല്ലോണം കരഞ്ഞു കണ്ടപ്പോൾ ഞാൻ മെല്ലെ എടുത്തു. ഇപ്പം എനിക്ക് കുട്ടികളെയൊക്കെ എടുക്കാനൊരു അറിവായിക്കണു. ആദ്യമൊന്നും എനിക്ക് അറിയേണ്ടായിരുന്നില്ല, ഞാൻ ചെറിയ കുട്ടികളൊന്നും എടുക്കുകയും ചെയ്യണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എടുക്കും. അങ്ങനെ ഓൻ്റെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എണ്ണയൊക്കെ തേച്ച് ഓനെ ഇങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി എൻ്റെ പണി ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പണിയൊന്നുമില്ല. ഞാൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുക, അത്രേ ഉള്ളൂ എൻ്റെ പണി. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, എനിക്ക് കുളിച്ചിട്ട് കഴിക്കണം എന്നാണ് ആഗ്രഹം. ഇവർ രണ്ടാളുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കൊരു ഇതും ഈ വീട്ടിൽ പറ്റുന്നില്ല. യെസ്, ഞാൻ അതിനോട് അംഗീകരിക്കുന്നു എന്നാണോ പറയണത്. രാവിലെ നീച്ച് ഇവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പത്തിനും ഒരു വാത്തുക്കാവും. ഞാനല്ല. ഓനവിടെ എണ്ണ തേച്ച് ഇമ്മ ഇതാക്കണ തിരക്കിലാണ്. വെറുതെ നമ്മളവിടെ പോയി ഡിസ്റ്റർബൻസ് ചെയ്യണ്ട. അപ്പോൾ കുട്ടീൻ്റെ കൂടി കുളി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പിന്നെ ഓരോ ഉറങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കാരം. അപ്പൊ നമ്മുടെ പണിക്ക് പോവും. അയാൻ ബേബി ഇപ്പൊ ഞാനവിടെ പോയപ്പോ ഭയങ്കര കളിയിലാണ്. അപ്പൊ നമ്മളിപ്പോ ഓന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ തൊടും പിടിച്ചൊക്കെ ചെയ്താൽ ചിലപ്പോ കരയും. അപ്പൊ നമ്മള് അങ്ങനെ വലിച്ചു നിൽക്കണം. അങ്ങനെ ഇപ്പം അതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഓൻ വന്നിട്ടുണ്ട്. ഇനി പാലൊക്കെ കുടിച്ച് ഓൻ കുറച്ച് നേരം കടന്നുറങ്ങും. ഇനി അതാണ് പരിപാടി. അപ്പോൾ നമ്മൾ വേഗം നമ്മുടേതായിട്ടുള്ള കുറേ പരിപാടികൾ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏകദേശം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു കുളിയും കൂടിയും പാസ്സാക്കിയാൽ ഉസാറായി. എൻ്റെ ഹെയർ ശ്രദ്ധിച്ചറിയും. എൻ്റെ ഒരു കേളി ഹെയറാണ്, ഭയങ്കര കേളിയല്ല, എന്നാൽ കുറച്ചൊരു കേളി ഹെയറാണ്. അപ്പം ഞാൻ എൻ്റെ ഹെയറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് നമ്മുടെ ബി ബ്ലെൻഡിൻ്റെ ഷാമ്പും കണ്ടീഷണറും ആണ്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഹെയർ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബി ബ്ലെൻഡിൻ്റെ ഷാമ്പു ആണ് എടുക്കണത്. നമുക്ക് ഒറ്റ വാഷിൽ തന്നെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആവാനും ഫ്രിസ് ഫ്രീ ആവാനൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആണ് ഈ ഷാമ്പു. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ജോജോബോ ഓയിൽ ആൻഡ് വിറ്റമിൻ ഇ ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിനെ നൊറൈഷ് ചെയ്യാനും ഭയങ്കര സ്ട്രെങ്ത്നെസ് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കഴുകി കളയാം. ഇനി എൻ്റെ കണ്ടീഷണർ എടുക്കുകയാണ്. നമ്മുടെ ഷാമ്പു ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുക. നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്ത പോലെ തന്നെ നമ്മുടെ വെറ്റ് ഹെയറിൽ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് അത് കഴുകി കളയുക, അത്രയേ ഉള്ളൂ. ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഷൈൻ ടോണിക്കും വരുന്നുണ്ട്. സോ അത് നമ്മുടെ ഹെയറിന് ഭയങ്കര ഒരു ഷൈനി എഫക്റ്റ് ഒക്കെ കൊടുക്കും. ജസ്റ്റ് വൺ വാഷിൽ തന്നെ എൻ്റെ ഹെയർ ഇപ്പോൾ നല്ല അടിപൊളി ഷൈനി ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നില്ല. ആൻഡ് ഓൾസോ ഇത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഹെയർ പ്രൊഫഷണൽസ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്ട്സും കൂടിയാണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് സുൽഫത്ത് 2025 നിങ്ങൾ യൂസ് ആക്കിയാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടണമായിരിക്കും. ആൻഡ് ഓൾസോ ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ അവൈലബിളും ആണ്. അപ്പോൾ പ്രൊഡക്ട്സിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ
എന്തായാലും കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനി ഫ്രഷായി വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഉണ്ടാവുമല്ലോ. സ്കിൻ കെയർ എന്ന് പറയാൻ തോനെയൊന്നുമില്ല, ഒന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ സ്കിൻ കെയർ എന്ന് പറയാൻ തോനെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം നമുക്ക്. ഞാൻ ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിക്കാം. ചായയും നൂലുപുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നല്ല സൂപ്പർ മഴയുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുക കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മഴ നല്ലുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, ഭയങ്കര സ്വീപ്പാണ് ഇപ്പോൾ. പക്ഷെ രസമാണ്. പിന്നെ എന്തോ ഞാൻ പറയാൻ മറന്നു. ഫുഡൊക്കെ കഴിക്കുന്ന ടൈം വളരെ മോശമാണ്, ഞാൻ അതിൽ പറയുന്നില്ല. മോശം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ അവസ്ഥയിലോട്ട് എത്തിക്കണം ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ. മാറ്റിയെടുക്കാം. ഇത് ശരിയാകോ? വീഡിയോ ഓണാക്കിയോ? ഹലോ ഗൈസ്, ഞാൻ നേരം കുറേ ആയി ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നു. ഇത് സംഭവം ഫോക്കസ് ആവണില്ല വീഡിയോ എടുക്കുമ്പോൾ. ഇപ്പോൾ അയക്കണമെന്ന് ഞാൻ വിശ്വസിക്കണു. ഇനി ആയിട്ടില്ലെങ്കിൽ എനിക്ക് വയ്യ എടുക്കാൻ. ഇപ്പം സമയം 4 മണി. ഞാൻ 3:30 തുടങ്ങി എടുക്കലാണ്. സംഭവം ഞാൻ വർത്താനം പറയും വന്നിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഫോക്കസ് ആയിട്ടുണ്ടാവില്ല. ഇനി ഇതിപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വെച്ച് ശരിയാക്കിക്കണു. ഇത് ശരിയാകുമല്ലേന്ന് അറിയില്ല. സംഭവം എൻ്റെ കയ്യിലുള്ള ട്രൈപോഡ് പൊട്ടി. അപ്പോൾ ഇപ്പോൾ ട്രൈപോഡ് ഞാൻ ഓർഡർ ചെയ്തിക്കണു, പക്ഷെ അത് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ജനലിൻ്റെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്തൊക്കെ കാട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഫോക്കസ് ആവണുണ്ടോ ഇല്ലേന്ന് അറിയണമില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ അയാൻ ബേബി ഉറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഉണർന്നോന്ന് സംശയമുണ്ട്. ഓൻ ഉണർന്നതിന് മുമ്പ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഉണർന്നാൽ പിന്നെ ഒന്നും നടക്കൂല, വർത്താനം പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഓൻ്റെ 4 വാരം പോകുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഓൻ ഉണരുന്നതിന് മുമ്പ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഓൻ ചെറുതായിട്ട് ഉണർന്നിക്കണു തോന്നണു, കളിച്ചിരിക്കുക തോന്നണു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് അത്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക. ഇനി അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടാവും. ഇത് സംഭവം ഞാനിപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഞാൻ ഇതില്ലാതെ വെച്ചപ്പോൾ ലൈറ്റ് കിട്ടണില്ല, മുഖത്തേക്ക് ഇരുട്ടായ പോലെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഏകദേശം സെറ്റ് ആയിക്കണു. പിന്നെ ഞാൻ വൈറ്റ് കളർ എന്തെങ്കിലും കിട്ടുമോ നോക്കി, അത് കിട്ടിയില്ല. അപ്പം ഞാൻ ഇവിടെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാം അല്ലേ. ഞാനിപ്പോൾ എനിക്ക് ക്ലാസ്സുകൾ കാണാനുണ്ട്. രാത്രി കണ്ടുവെച്ച് ബാക്കിയായത് ഉണ്ട്. അപ്പോൾ എൻ്റെ സാധന സാമഗ്രികൾ ഇവിടെ റെഡിയാണ്. എൻ്റെ നോട്ട് ബുക്ക്, പിന്നെ പേന പെൻസിൽ, കാൽക്കുലേറ്റർ, പിന്നെ ഫോണ്, ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ ഡയറി. ഇത് ഞാനിപ്പോൾ അടുത്താണ് യൂസ് ആക്കൽ തുടങ്ങിയത്. 1-1.5 വർഷം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇതൊരു ബ്രാൻഡിൻ്റെ അപ്പോൾ കൊളാബറേഷൻ ചെയ്തപ്പോൾ ഒരു ആനുവൽ ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് അയച്ചതെന്നാണ്. എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു ഡയറി, പിന്നെ ഒരു കീ ചെയിന്, പിന്നെ ഒരു പെന്ന് എന്താ ഒരു ബോക്സ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതിലത്തെ ഇത് ഞാൻ സമയമാകുമ്പോൾ എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് എടുത്ത് യൂസ് ആക്കണമെന്ന് മാത്രം. അപ്പോൾ വെറുതെ പറഞ്ഞ് ഇരിക്കാതെ നമുക്ക് ക്ലാസ് കാണാം. ഇനിയിപ്പോൾ കുട്ടി ഉണർന്നാൽ പിന്നെ രാത്രി നടക്കുള്ളൂ. പിന്നെ എനിക്കിടയിൽ എനിക്കൊരു റെസ്റ്റ് വേണമല്ലോ. ഇത്രയും നേരം ഞാൻ റെസ്റ്റ് എടുക്കേണ്ടിയായിരുന്നു. പിന്നെ ഈ പഠിക്കുമ്പോൾ നമുക്ക് വേറൊരു റെസ്റ്റ് വേണം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ്. ഇനി നമുക്ക് നേരെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാതെ ക്ലാസ് കാണാം. അല്ലെങ്കിൽ ക്ലാസ് കാണാറിട്ട് അങ്ങനെ പോകും. ക്ലാസ് കാണാനും നടക്കൂല. ഇപ്പൊ മഴയൊന്നുമില്ല. ക്ലാസ് കാണാൻ ഇന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേറെ നേരമൊക്കെ പറയാലോ. ഞാൻ നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല മഴയായിരുന്നു. കഴിച്ചിട്ട് ഇപ്പൊ 4 മണിക്കല്ല ഫുഡ് കഴിച്ചത്. ഞാനൊരു 1-1.5 ആയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി ഉച്ചക്കത്തെ ഫുഡ് കുറച്ചായിട്ട് കഴിക്കാം, അതാണ് എൻ്റെ ഒരു തീരുമാനം. ഇപ്പൊ എൻ്റെ ഫുഡ് കഴിക്കൽ ഷെഡ്യൂളൊക്കെ ആകെ താളം തെറ്റി. ഞാൻ ഉറങ്ങണത് ഒക്കെ താളം തെറ്റി കിടക്കണം. നമുക്കൊക്കെ ശരിയാക്കണം. ശരിയാകുമെന്ന് എനിക്കിനി അറിയില്ല. രാവിലത്തെ ഫുഡ് 1 മണിക്കൊക്കെ കഴിക്കുക പറഞ്ഞാൽ എൻ്റെ ലെവൽ എന്തായാലും വളരെ മോശമാണ്. എൻ്റെ ഫുഡിൻ്റെ ആയാലും ഉറങ്ങണതും ഒക്കെ ഷെഡ്യൂളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ കീ സൗണ്ട് ഉണ്ടാവും, പിന്നെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ വേറൊരു സൗണ്ട് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പാറിപ്പോണമൊക്കെ ഉണ്ടാവും ക്യാമറൻ്റെ മുന്നിൽ കൂടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ് നീട്ടി വലിച്ചു കൊണ്ടുപോയില്ല. ഇനി ക്ലാസ് കാണട്ടെ. ഓക്കെ, പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. പിന്നെ ഇടയ്ക്ക് ജനലിൻ്റെ ഇടയ്ക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് കാറ്റ് വീശും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്.
ക്ലാസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഓൺലൈൻ ക്ലാസ് ആണ്. ഇപ്പോൾ അയാനു ബേബി എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലിരുന്ന് പഠിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നീച്ച് വണ്ടി നടക്കുമ്പോൾ എനിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. എനിക്ക് ഭയങ്കര സൈലൻസ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടേ ഞാൻ പഠിക്കാനുള്ളൂ. ആരും മുണ്ടരുത്, എല്ലാവരും സൈലൻസ് ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് എനിക്കുണ്ട്. പക്ഷെ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരങ്ങനെ ഞാൻ പറയണത് അനുസരിക്കാറില്ല. ഇവർ ഇവരുടേതായ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നിടത്തോളം സംസാരിക്കും. പക്ഷെ അപ്പോഴേക്കിന് നമ്മുടെ അയൻ ബേബി ഉണർന്നു ഗൈസ്. ഇതാ നമ്മുടെ സ്വത്ത് ഉറങ്ങി നീച്ചിട്ടുണ്ട്. ഇപ്പൊ കരയും ഞങ്ങള്. അയ്യോ കരഞ്ഞു. നമ്മളിതാ ഇന്നലെയാണ് ഇങ്ങനത്തെ കുറെ കരിവാളൊക്കെ വാങ്ങിട്ട് എനിക്ക് ഇട്ട് കൊടുത്തത്. അപ്പൊ നോക്കുമ്പോ നമ്മള് കുറച്ച് പോരി എടുത്തു, വെറുതെ ഒരു ചന്തത്തിന് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഞാനൊന്ന് പഠിക്കാനിരുന്നതായിരുന്നു. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഓൻ ഉണർന്നു. അപ്പൊ ഇനി പഠിത്തം തുടങ്ങി സ്വാഭാവികമായിട്ടും. ഇമ്മ ഇനി ചായ കൊടുക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ഇന്ത്യ സുന്ദാത്താന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി ഓനെ നോക്കുക എന്നുള്ളത്. ഇമ്മ ചായ കൊടുക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ ഇനി നമ്മൾ രണ്ടാളും വേണം ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട്. ഇമ്മ എടുത്താലാണ് അവന്റെ കരച്ചിലൊന്നും നിൽക്കണം. ഞങ്ങൾ രണ്ടാളും എടുത്താലും അങ്ങനെ നിൽക്കൊന്നുമില്ല. ഇമ്മാനെയാണോ എനിക്കൊന്നും കൂടി ഇത്തിരി ഇതുള്ളത്. നമ്മൾ രണ്ടാളിനെയും സുന്ദാത്താൻ ഇനി വലിയ കുഴപ്പമില്ല. പക്ഷെ ഇമ്മാനെ അവനക്ക് ഇപ്പൊ തന്നെ വേറെ അറിയും. എനിക്കാണ്. അപ്പൊ ഇനിമ്മ വരുന്നേരെ ഓൻ കരയാതെ ഇങ്ങനെ ഓനെ കരയിപ്പിക്കാതെ നിർത്തണം. ദാറ്റ് വാസ് അവർ റെസ്പോൺസിബിലിറ്റി. ഞാൻ ആദ്യമൊന്നും ജനിച്ചിട്ട് ഓനെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്കൊരു 18-20 ദിവസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഓനെ എടുക്കൽ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ എടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഓനെ എടുക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒക്കത്തിനും പഠിച്ചു ഞാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓൻ ഉറങ്ങി. പിന്നെ ഞാനത് കഴിഞ്ഞപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കുറച്ച് നേരം ഫോണിൽ കളിക്കാമെന്ന്. ഇടയ്ക്കൊക്കെ ഫോണിലും കളിക്കണം, എപ്പോഴും നമ്മളിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു തിയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാം എന്ന് വിചാരിച്ചു. പഠിക്കാൻ മീൻസ് ക്ലാസ് കാണാൻ. എനിക്ക് കുറേ ക്ലാസ് പെൻഡിങ്ങിൽ ഉണ്ട്, ഒക്കെ കാണാനുണ്ട്. ഓരോ ക്ലാസ്സും മണിക്കൂർ കണക്കിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അങ്ങനെ കുറച്ച് നേരം ക്ലാസ് ഒക്കെ നോക്കിയിരുന്നപ്പോഴത്തേനും പിന്നെയും നമ്മുടെ അയൻ ബേബി ഉണർന്നു. ഓൻ ഉണർന്നാൽ പിന്നെ ക്ലാസ് ഒന്നും കണ്ടിരിക്കാനുള്ള ഒരു മൂഡ് വരില്ല. കാരണം ഓൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോകും, ഓൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്തിങ്ങനെ പോയി ഇരിക്കണം, അല്ലെങ്കിൽ ഓൻ എന്താ കാട്ടണമെന്ന് നോക്കണം. ക്ലാസ് കാണാനൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ രാത്രി ഈ നേരമൊക്കെ ഓൻ്റെ ഒരു പ്ലേ ടൈമാണ്. പിന്നെ രാവിലെ എണ്ണയൊക്കെ തേച്ചിരിക്കണം ആ ടൈമും ഓൻ്റെ ഒരു പ്ലേ ടൈമാണ്. അപ്പോൾ ഓന് കുറച്ച് നേരം ഇങ്ങനെ ഭയങ്കര ഉസാറിക്കാരം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 ആയപ്പത്തിന് മോൻ ഏകദേശം ഉറങ്ങി. ഓൻ ഉറങ്ങിയ പിന്നെ ഓൻ ഉറങ്ങുന്നിടത്ത് കിടന്നിട്ട് ഓനെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സുമിത തന്നെ ആട്ടി കുന്നേറ്റും. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി ഒന്ന് രാത്രി ആയില്ലേ, ഇനി മുടിയൊക്കെ കെട്ടി നമുക്ക് ഇനി കടന്നുറങ്ങണമല്ലോ. അപ്പത്തിന് കുറച്ച് കഴിഞ്ഞപ്പത്തിന് ഓൻ പിന്നെയും ഉണർന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ എടുത്ത് നടന്നു. രാത്രി കിടക്കുമ്പോൾ എനിക്ക് സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കിടത്തുക. അപ്പോൾ എനിക്ക് തണുക്കൂലേ, തണുത്ത ഓൻ കരയും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഓനെ കടത്തൽ. അങ്ങനെ ഓനെ കുറച്ച് നേരം എടുത്ത് നടക്കായിരുന്നു. പിന്നെ ഇനി ഇവരൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ പരിപാടികളും ഇങ്ങോട്ട് തുടങ്ങാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അയൻ ബേബി ഉറങ്ങി. പിന്നെ ഇമ്മയും സുന്ദാത്തയൊക്കെ അങ്ങോട്ട് ഉറങ്ങി കിട്ടുമ്പോഴത്തേനും 10-11 മണിയാകും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കലാപരിപാടി നടത്താൻ. ഇപ്പം സമയം 11:39. എല്ലാവരും ഉറങ്ങിക്കാണ്. ഇനിയാണ് എൻ്റെ ടൈം. ഇനിയാണ് എൻ്റെ സമയം ആരംഭിക്കാൻ പോണത്. ഇനിയാണ് ഓരൊക്കെ ഉറങ്ങി. ഇപ്പോൾ ഇവിടെ ഒരു നിശബ്ദതയാണ്, ഭയങ്കര സൈലൻസ് ആണ്. കൂടുതൽ ഒച്ചയിൽ സംസാരിക്കണില്ല. ഓരോ ഉണരും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, സ്വാഭാവികം. അപ്പം ഇനി ഫുഡ് കഴിക്കണം. എന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എണീറ്റ് വരുമോ? അപ്പോൾ അങ്ങനെയാണ്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഈ സമയമൊക്കെ എനിക്കിപ്പോൾ ഇനി 12-1 മണി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ഒരു 10-11 മണി പോലെയാണ് എനിക്ക് ഭയങ്കര ഉഷാറിക്കാറ് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കൽ ഇപ്പം കഴിഞ്ഞു. ഇനി ഒന്ന് ബ്രഷ് ചെയ്യണം, പിന്നെ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് വന്നിട്ട് ബാക്കി പരിപാടി. ഇന്ന് പൊതുവേ കുറച്ച് നേരത്തെയാണ് ഞാൻ ഫുഡ് കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ 12:30-1 മണി അങ്ങനെയാണ് എൻ്റെ കണക്ക്. പിന്നെ അത് കഴിഞ്ഞ് ബ്രഷൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ടൈം കുറേ ആകും. പിന്നെ ഇനി എന്തായാലും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് സ്കിൻ കെയർ, പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ലിപ് ബാം ഇടുക, കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലിപ് ബാം എനിക്ക് വേണം, അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങിയ സ്ഥിതിക്ക് ഭയങ്കര സൈലൻസ് ആണ്, ആരുടെയും ഒരു ഡിസ്റ്റർബൻസോ സൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് ക്ലാസ്സൊക്കെ കണ്ട് നേരെ ഇരുന്ന് പഠിക്കാം. ഡേ ടൈമിൽ നമുക്ക് നേരെ വണ്ണം അങ്ങോട്ട് ക്ലാസ്
ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ഉമ്മ വിളിച്ചും അല്ലെങ്കിൽ ഇടയ്ക്ക് സ്വന്തത്ത് വിളിക്കും, അല്ലെങ്കിൽ കുട്ടി ഉണരും, അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് പോകും. അങ്ങനെ നേരവണ്ണം ക്ലാസ് കാണാൻ പറ്റില്ല. പക്ഷെ രാത്രി നമുക്ക് നേരെ കാണാം. ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ആരും ഡിസ്റ്റർബൻസ് ചെയ്യാണ്ടാവില്ല. ഉഷാറെന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈം. ഇപ്പൊ സമയം കണ്ടില്ല, എൻ്റെ മുഖം നോക്കി നോക്കി, എൻ്റെ മുഖത്ത് എന്തൊരു ഉഷാറാണ്. എനിക്ക് ഈ ടൈമൊക്കെ ഭയങ്കര ഉഷാറാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ കളിക്കാൻ പോയി. അപ്പോൾ കുറച്ച് റീൽസ് കണ്ട് ഭയങ്കര സങ്കടമുള്ള റീല്, അങ്ങോട്ട് കരച്ചിൽ വന്നു. ഈ റീലിൽ ആരെങ്കിലും കരയണ്ടായാൽ ഞാനും കരയും. റീല് കണ്ട് കരയാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഇനിയും ബാക്കിയാണ്. അതാണെങ്കിൽ ഒരു കരയണ റീല് കണ്ടാൽ പിന്നെ അങ്ങനത്തെ റീൽ തന്നെ എൻ്റെ വരും ചെയ്യുള്ളൂ. അങ്ങനെ പിന്നെ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് നിലവിളിച്ചു. ഞാൻ മാത്രമാണോ അങ്ങനെ, അതെല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ റീല് കണ്ട് കരയണ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെ റീൽസൊക്കെ കാണാൻ നിർത്തി, ഫോൺ അങ്ങോട്ട് കുറച്ച് നേരം മാറ്റിയിരുത്തി. പിന്നെ ഞാൻ എൻ്റെ ക്ലാസ് തന്നെ അങ്ങോട്ട് കാണല് നിർത്തി. ഈ നേരത്തുള്ള ക്ലാസ് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂർ കണക്കിനൊക്കെ കാണാൻ പറ്റുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഇനി നമുക്ക് നാളെ നോക്കാം, ഇനി വയ്യ എനിക്ക്. അങ്ങനെ എൻ്റെ ബുക്കും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി നമ്മൾ നേരെ കിടന്നുറങ്ങാൻ പോകുകയാണ്. ഏകദേശം ഒരു 2 മണിയായിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓടിപ്പോയി കിടന്നുറങ്ങുന്നു. ഇല്ല, എനിക്ക് ഇപ്പോഴൊന്നും ഉറക്കം വരില്ല. ഒരു 2:30-3 മണിയായാലും എനിക്ക് ചിലപ്പോൾ ഉറക്കം വരും. അത് ഉറക്കത്തിൻ്റെ വരവനുസരിച്ചുണ്ടാവും. ഇടയ്ക്ക് ഉമ്മയും സുന്ദാത്തേക്ക് ഒരു ഉറക്കം കഴിഞ്ഞ് നീച്ച് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കൂടിയൊക്കെ നടക്കായിരിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലെവൽ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കണം, എല്ലാം സെറ്റ് ആക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.